ഹലോ ഹലോ ഹലോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അച്ചാർ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാലൻസ് എല്ലാ ഡേറ്റ്സും ലെമണും വെച്ചിട്ട് നമുക്ക് ഇനി ഒരു പോർഷൻ കൂടി ഉണ്ടാക്കാമെന്ന്. കാരണം മറ്റേത് നല്ല ഡിമാൻഡാണ്, ഒരു ബോട്ടിൽ തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാലൻസും കൂടി ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടി മറ്റേ സീഡ് കളഞ്ഞാലുള്ള ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീൻ ആക്കി വെച്ച ലെമൺ. ഡേറ്റ്സിന് നല്ലോണം വാഷ് ചെയ്ത് വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ലെമണിനെ കട്ട് ചെയ്യാം. സെയിം തന്നെ മറ്റേ വീഡിയോ കണ്ടതിന് അറിയാം, ഞാൻ ഇന്ന് സെയിം തന്നെ അല്ല ചെയ്തത്, ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് വേറെ രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ലെമണിനെ ആദ്യം കട്ട് ചെയ്യുന്നുണ്ട്. ഒരെണ്ണത്തിന് ഒരു ലെമണിനെ 8 പീസായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒരു ഹാഫിനെ 4ആയിട്ട് അങ്ങനെ. എനിക്ക് കത്തി ഇപ്പോഴും യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അതാണ് നിങ്ങൾ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കത്തി യൂസ് ചെയ്യാനും കടുക് പൊട്ടിക്കലാണോ എനിക്ക് ഏറ്റവും കിച്ചണിൽ പേടി. കിച്ചണിൽ എപ്പോൾ കയറിയാലും എൻ്റെ കൈയൊക്കെ അവിടെ ഇവിടെ മുറിയും. ഇന്നലെ ഉണ്ടാക്കിയ അച്ചാർ കാണിച്ചു തരാം കേട്ടോ. കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടാനുള്ള വെള്ളം വരും. നമുക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കയ്പൊന്നും ഇല്ല കേട്ടോ ഗൈസ്, ശരിക്കും പറയാൻ കയ്പില്ല. ഇപ്പോൾ ഏകദേശം 3-4 days ആയി ഇന്ന് കയ്പില്ല. ഇത് ഫസ്റ്റ് ബോട്ടിൽ, ഇത് സെക്കൻഡ് ബോട്ടിൽ. ഈ ബോട്ടിലാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞങ്ങൾ തീർത്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത്. കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നാരങ്ങ കട്ട് ചെയ്യാം. കട്ടിംഗ് ബോർഡ് എടുത്ത് കട്ട് ചെയ്താൽ മതി. ഞാൻ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. കൈ മുറിയോന്നും പേടിയുണ്ട്. കൈ മുറിഞ്ഞ ഓരോ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ നീർന്നുമുണ്ട്. നാരങ്ങയുടെ ജ്യൂസ് തട്ടിയിട്ട് അങ്ങനെ നമ്മൾ നാരങ്ങ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സീഡിനെ ഞാൻ ഉച്ചയ്ക്ക് TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് സീഡിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഡേറ്റ്സ് സെറ്റായി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡേറ്റ്സിൽ വിനീഗർ ഒഴിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അത് ചെയ്യുന്നില്ല. കാരണം വിനീഗർ ഒഴിച്ചപ്പോൾ അത് ഫുള്ളായിട്ട് ഭയങ്കര സോഫ്റ്റായിപ്പോയി. എനിക്ക് ഇത്തിരി ഡേറ്റ്സ് കടിക്കാൻ കിട്ടണം, ആ ഒരു ഇൻറ്റൻഷനിലാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ മറ്റേ വീഡിയോയിൽ രണ്ടും ഒരുമിച്ചാണ് കുക്ക് ചെയ്തത്. ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഫസ്റ്റ് ലെമണിനെ മാത്രം കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 വിസിൽ, 2-3 വേണ്ട, ഒരു വിസിലിൽ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ്സ് നമുക്ക് കഴിക്കാൻ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ലെമൺ എല്ലാം കട്ട് ചെയ്തെടുക്കണം. അവിടെ ഇവിടെയൊക്കെ നീറുണ്ട് കേട്ടോ. ഞാൻ നിർത്തി പരിപാടി. നമ്മൾ ലെമൺ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒരു 1/2 hour വെക്കണം കേട്ടോ. മിനിമം ഒരു 1/2 hour വെച്ചാൽ നല്ലത്. പൊടിയുപ്പാണ് ആദ്യം എടുക്കേണ്ടത്. ഞാൻ ഓർമ്മയില്ലാണ്ട് കല്ലുപ്പ് എടുത്തു, കുഴപ്പമില്ല. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. 5 ടേബിൾ സ്പൂൺ എന്നുള്ളത് അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. കല്ലുപ്പിട്ടു. മാത്രമല്ല ലെമണും കുറച്ചേ ഉള്ളൂ. പിന്നെ കുറച്ച് പൊടിയുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ 5 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഉപ്പ് ഇത്തിരി കുറഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ആ ഒരു കയ്പെടുത്തറിയുമല്ലോ. കയ്പായതുകൊണ്ട് ഉപ്പ് ബാലൻസ് ആയിക്കോളും. നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 1/2 hour മാറ്റി വയ്ക്കാം. നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. മിക്സാക്കി എല്ലായിടത്തും ആ ഉപ്പ് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ നല്ല പൊളി, വായിലൊക്കെ ഉണ്ടല്ലോ വെള്ളം വരിക. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തേക്കണ വലിയ വെളുത്തുള്ളിയാണ്. ചെറിയ വെളുത്തുള്ളി ആയിരിക്കും ടേസ്റ്റ്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ക്ലീൻ ആക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയ വെളുത്തുള്ളിയാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ വലിയ വെളുത്തുള്ളി എടുത്തു, അതിനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 പൂണ്ട്, എന്താ പറയുക, 2 വലിയ വെളുത്തുള്ളിയാണിത്. പിന്നെ 2 അച്ച് ശർക്കര. 2 അല്ല 3 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ഇട്ടപ്പോൾ എനിക്ക് കുറവ് മാതിരി തോന്നി. അപ്പം ഞാൻ പിന്നെ ഒരു അച്ചും കൂടി ഇട്ടിട്ടുണ്ട്. കുക്കർ എടുത്തു. ഇന്നും കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. കുക്കർ എടുത്തു, അതാണ് ഈസി. കുക്കർ എടുത്തു, അതിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സോൾട്ടും ഇടണം കേട്ടോ. സോൾട്ടും ആ ജ്യൂസും ഉള്ളുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. നീരോടുകൂടി ഇട്ട് കൊടുത്താൽ നല്ലത്. അത് വേസ്റ്റ് ആക്കണ്ട. പിന്നെ അതിലേക്ക് നമ്മുടെ ഗാർലിക്, വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊടിച്ചു വെച്ച ശർക്കര ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇടണ്ട, ഒന്ന് പൊടിച്ചാൽ നല്ലത്. ശർക്കര അവിടെ നിന്ന് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ് വേണ്ട, ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ട് കാരണം ഉപ്പ് വേണ്ട. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം.
ശർക്കരേനെ ഒന്ന് ഇടിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. മൂന്നച്ചിട്ടോട്ടോ, എന്നാൽ തന്നെയാണ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ അതിലേക്ക് വേണ്ട മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കളർ കിട്ടാൻ വേണ്ടിയിട്ട്. കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് വെള്ളം, നമ്മൾ നാരങ്ങ അരിഞ്ഞ് വെച്ചില്ലേ, അതിൽ കുറച്ച് സോൾട്ടും മറ്റേ നാരങ്ങയുടെ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഡേറ്റ്സ് കിട്ടും. ഇന്ന് ഞാൻ ഡേറ്റ്സ് ഇപ്പോൾ ഇടുന്നില്ല, കാരണം ഇത് നല്ല കുക്കാവട്ടെ, ഏത് ലെമൺ നല്ല കുക്കായതിന് ശേഷം പിന്നെ ഡേറ്റ്സ് ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു വിസിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് കഴിഞ്ഞാൽ അത് കുക്കായിക്കോളും. കുറച്ച് വെള്ളം കൂടിയും തോന്നുന്നു, അതാണ് ഇത്തിരി ചീറ്റിയിട്ടുണ്ട്. തുറക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും. നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല കയ്പിൻ്റെ മണം. ഇപ്പം ഇത്തിരി വെള്ളം കൂടി മാതിരി തോന്നി, പക്ഷെ വെള്ളമൊന്നും കൂടിയിട്ടില്ല, കറക്റ്റാണ്. നമ്മൾ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സ് ഇട്ടിട്ട് ഒരു വിസിൽ കേട്ടോ, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാം. കാരണം എനിക്ക് ഡേറ്റ്സ് കടിക്കാൻ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എരിവ് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എരിവല്ല, ഒരു കയ്പും ഇതൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു. അപ്പം മൊത്തം 3 ക്യൂബ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ ഏകദേശം ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇളക്കുമ്പോൾ അത് ഉടഞ്ഞു പോകുമല്ലോ, അങ്ങനെ ആക്കിയിട്ടുണ്ട്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കാൻ വെക്കാം കേട്ടോ. ഇത്തിരി ഞാൻ വറ്റിച്ചിട്ടുണ്ട്. നോക്കൂ ഇപ്പോൾ എന്താ കളറ്. ഇപ്പോൾ ഇത്തിരി കയ്പ്പ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ 5 ഡേയ്സ് പുറത്ത് വെച്ചാൽ തന്നെയാണ് കയ്പ്പ് കുറയാം. അതെല്ലാം പിടിച്ച് കയ്പ്പും അതെല്ലാം ഒന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടി 5 ഡേയ്സ് എടുക്കും. ഇനി നമുക്ക് താളിക്കാം. അതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില കട്ട് ചെയ്ത് കണ്ടോ അത്, പിന്നെ കുറച്ച് കാന്താരി മുളക്, പിന്നെ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. പാൻ വെച്ചു, അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം. നല്ലെണ്ണ ഒഴിച്ചു. പിന്നെ കടുക്, ഉലുവ, കായപ്പൊടി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി എൻ്റെ ടാസ്ക് കടുക് പൊട്ടിക്കുക. അതൊന്നും എനിക്ക് പേടിയാണ്. ഒരു വട്ടം ഞാൻ കടുക് പൊട്ടിച്ചപ്പോൾ പാത്രത്തിൻ്റെ ഉള്ളിൽ തീ പിടിച്ചിട്ട് കത്തൊക്കെ ചെയ്തു. അത് കാരണം എനിക്ക് കടുക് പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ്. ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ വേഗം ഇഞ്ചി ഇട്ട് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. പിന്നെ ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടോ, കാരണം പൊട്ടിത്തെറിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ. പിന്നെ ഞാൻ കാന്താരി മുളക് ഇട്ടിട്ട് അതും പൊട്ടിത്തെറിക്കണ്ട കേട്ടോ, ഇങ്ങനെ വീർത്തിട്ട് പൊട്ടില്ലേ. ഞാൻ വേഗം ഒന്ന് സിമ്മാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലാവരുത്, ഹൈ ഫ്ലെയിമിലാവരുത്, സോറി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ ടൈമിൽ കായപ്പൊടി ഇടാം. കായപ്പൊടി ഇട്ടിട്ട് എനിക്ക് അത്ര എഫക്റ്റീവ് ആവാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു പീസ് കായത്തിൻ്റെ കട്ടയില്ലേ അത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നാൽ തന്നെയാണ് ആ ഒരു നല്ല സ്മെല്ല് വരിക. കായപ്പൊടി ഇട്ടിട്ട് എനിക്ക് അത്ര സ്മെല്ല് തോന്നിയില്ല. നമ്മുടെ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട് മൊത്തം ഈ അച്ചാറിൻ്റെ സ്മെല്ലാണ്. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചാൽ നമ്മുടെ കലപരിപാടികൾ തീർന്നു. ഇനി ഇത് ഒരു 5 ഡേയ്സ് വെക്കണം. ബോട്ടിലാക്കണമെങ്കിൽ ആക്കാം, എന്നിട്ട് യൂസ് ചെയ്താൽ മതി. 5 ഡേയ്സിന് ശേഷം യൂസ് ചെയ്യാം. എത്രത്തോളം ഇരുന്ന് പഴകണമെന്നോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. 5 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, കാരണം നമ്മൾ ഒരുപാട് വിനീഗർ ആഡ് ചെയ്യാത്തല്ലേ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക.